കണ്ണമ്പ്ര അമ്പലത്തിൽ ഐതിഹ്യങ്ങൾ പലരുണ്ടെങ്കിലും അതിലൊന്നാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. കാവിനടുത്തുള്ള ഒരു വീട്ടിലെ ആവേൻ സമുദായത്തിൽപ്പെട്ട ഒരു വെളിച്ചപ്പാട് വർഷാവർഷം കൊടുങ്ങല്ലൂർ ഭരണിക്ക് പോയിക്കൊണ്ടിരുന്നു. കൊടുങ്ങല്ലൂരമ്മനെ കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. ദേവിയോട് അതിയായ ഭക്തിയായിരുന്ന അദ്ദേഹത്തിന് ഒരു വർഷം പോലും ഭരണിക്ക് പോകാതിരിക്കാറില്ല. അദ്ദേഹത്തിന് പ്രായാധിക്യം കാരണം ഒരു വർഷം ഭരണിക്ക് അത്രയും ദൂരം യാത്ര ചെയ്യാനാവാതെ അദ്ദേഹം വിഷമത്തിൽ കരയാൻ നിന്നെ കാണാൻ സാധിച്ചില്ലല്ലോ, എനിക്ക് നിന്നെ കാണാൻ തോന്നുന്നു എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടു. ആ കരച്ചിൽ ഭഗവതി കേട്ടു. ദേവി അന്ന് തന്നെ ഭരണി ദിവസം ഒരു സുന്ദരിയായ പെൺകുട്ടിയുടെ രൂപത്തിൽ അയാളോട് വീട്ടുമുറ്റത്തെത്തി. കയ്യിൽ ഒരു പട്ടക്കുടയുണ്ടായി. എന്നിട്ട് അയാളോട് ദാഹിക്കുന്നു, കുറച്ച് വെള്ളം ആവശ്യപ്പെട്ടു. പുറത്തുനിന്ന് നോക്കിയ അയാൾ സുന്ദരിയായ ഒരു കൊച്ചു പെൺകുട്ടിയാണ് കണ്ടത്. ഈശ്വര ചൈതന്യം തെളിമ്പുന്ന കുട്ടിയുടെ മുഖത്ത് കണ്ട് അയാൾ വാത്സല്യം. അയാൾ കുടിക്കാനായി വെള്ളവും ഭക്ഷണവും നൽകി. എവിടെ നിന്നാണ് വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കുറച്ച് പടിഞ്ഞാറ് നിന്നാണ് വരുന്നത്, എനിക്ക് ഇരിക്കാൻ സ്ഥലമില്ല, കുറച്ച് സ്ഥലം കിട്ടുമോ എന്നറിയാൻ വന്നതാണെന്ന് ആ കുട്ടി പറഞ്ഞു. ഇത് കേട്ട അദ്ദേഹം ഈ നാടിന്റെ ജന്മി കണ്ണമ്പ്ര നായർ വീട്ടിലെ ആളാണെന്നും അദ്ദേഹത്തോട് ചോദിക്കാമെന്ന് പറഞ്ഞു. അയാൾ നായർ വീട്ടിലേക്ക് ഈ ആവശ്യം പറഞ്ഞ് ആളെ അയച്ചു. കാര്യം കേട്ട നായർ വീട്ടിലെ കാരണവർ ഒരു കുട്ടി ഒറ്റയ്ക്ക് ഇത്രയും ദൂരം സഞ്ചരിച്ച് സ്ഥലമില്ലെന്ന് പറഞ്ഞു വരികയും എന്ന് പറഞ്ഞ് സംശയിക്കുകയും സംശയ നിവാരണത്തിനായി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പുറപ്പെടുകയും ചെയ്തു. കാരണവർ അയാളുടെ വീട്ടിലെത്തി. ആ കുട്ടിയോട് അന്വേഷിച്ചപ്പോൾ അതേ ആവശ്യം തന്നെയാണ് ആ കുട്ടി അയാളോടും പറഞ്ഞു. കുട്ടിയുടെ മുഖത്തെ വാത്സല്യം കണ്ട കാരണവർ കൈ ചൂണ്ടി ഒരു സ്ഥലം കാണിച്ചു. പക്ഷേ കൈ ചൂണ്ടിയ സ്ഥലമല്ല, എനിക്ക് ഈ സ്ഥലമാണ് വേണ്ടതെന്നും കുട്ടി കാരണവരോട് ആവശ്യപ്പെട്ടു. തുടർന്ന് തന്റെ വിശ്വരൂപം എല്ലാവർക്കും മുന്നിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു. ശേഷം വെളിച്ചപ്പാടിനോട് ഇനി എന്നെ കാണാനായി കൊടുങ്ങല്ലൂർ വരെ വരേണ്ടതില്ലെന്നും ഇവിടെ എന്നെ കുടിയിരുത്തി പൂജിച്ചാൽ മതിയെന്നും കൽപ്പിക്കുകയും ചെയ്തു. നീ തന്നെ പൂജിക്കണം, നിന്റെ കാലശേഷം നിന്റെ മക്കൾ പൂജിക്കട്ടെ എന്നും അയാൾക്ക് വരം കൊടുത്തു. ഇതും പറഞ്ഞ് ദേവി അപ്രത്യക്ഷയായി. ഈ സ്ഥലമാണ് ദേവിയുടെ മൂലസ്ഥാനമായി കാണുന്നത്. തുടർന്ന് കണ്ണമ്പ്ര നായർ പണിതു തീർത്ത ക്ഷേത്രമാണ് ഇന്നത്തെ ശ്രീകുറുമ്പക്കാവ്. ഇന്നും ഇവിടെ ആവേന സമുദായമാണ് പൂജിച്ചു വരുന്നത്.